Hi all, this is me Anandkrishnan. വെൽത്ത് ഫൈൻ്റെ മറ്റൊരു ഫോറക്സ് വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ആണ്. ഗോൾഡ് ഇത്ര പേർക്ക് അനലൈസ് ചെയ്യാനൊന്നുമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈ ഇതായിരുന്നു ഗോൾഡിലെ ഓൾ ടൈം ഹൈ. അത് ബ്രേക്ക് ചെയ്ത് ഓൾറെഡി ക്ലോസ് ആയി നിൽക്കുകയാണ്, സ്ട്രോങ് ആയി ക്ലോസ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇനി വ്യൂ എന്തായാലും ബുള്ളിഷ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് ലെവൽസ് ഒന്നും ഇല്ല, നമുക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽസ് ഒന്നും മുകളിലില്ല. ഇനി നമുക്ക് താഴോട്ടേക്ക് ഒരു ഡിപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റീസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ താഴേക്ക് ഒരു കറക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 4 അവറിന്റെ സ്വിംഗ് നോക്കുകയാണെങ്കിൽ ഇതാണ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 4 അവറിന്റെ സ്വിംഗ്. അതിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് റീജിയൻ ഇതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ മാർക്കറ്റ് വരാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അഗെയിൻ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാനായിട്ട് പറ്റും. പോരാത്തതിന് ഇവിടെ ഒരു വോയിഡ് ഉണ്ട്. ഇത് റീജിയൻ ആണ്, ഇത് സോണാണ്, റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള സോണാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റീജിയനിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാനായിട്ട് പറ്റും. പിന്നെ റെസിസ്റ്റൻസ് ഒന്നും പറയാനായിട്ട് നമുക്ക് കോളില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ന്യൂ ലെവൽസ് ആണ്. മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ബൈ തന്നെയാണ് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് യൂറോ USDയുടെ നോക്കാം. സോ യൂറോ USDനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സോൺ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സോണാണ്. ഇവിടുന്ന് റിജക്ട് ചെയ്തിട്ട് ഓൾറെഡി ഇവിടെ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തു. ആ സ്വിങ്ങിന്റെ ഏകദേശം ഒരു പകുതിയോളം മാർക്കറ്റ് വന്നിട്ട് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. ആ റേഞ്ചിൽ നിന്ന് റിജക്ട് ചെയ്ത് താഴേക്ക് വന്നിരിക്കുകയാണ്. അഗെയിൻ ആ സ്വിങ്ങിന്റെ ഏകദേശം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് അത് താഴോട്ടേക്ക് വന്ന് ഈ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇനി കുറച്ചുകൂടെ താഴേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഒരു സോൺ, ഈ ഒരു ലെവൽ വരെ ഒക്കെ നമുക്ക് യൂറോ USDനെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് എൻറ്റയർ സ്വിങ്ങിന്റെ POI വരെ ഈ റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്നായിരിക്കും പിന്നെ ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അതാണ് ഒരു ബെയറിഷ് വ്യൂ ആണ് എനിക്ക് USDയിലുള്ളത്. ഗോൾഡിൽ ഒരു ബുള്ളിഷ് വ്യൂ. ഇനി നമുക്ക് GBP JPYയിലെ എന്താണ് വ്യൂ നോക്കാം. സോ ഇതാണ് GBP JPY. അപ്പൊ ഓൾറെഡി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് GBP JPY. ദെൻ ഇതാണ് ആ ഒരു സ്വിങ്. ആ സ്വിങ്ങിന്റെ POI വന്നിട്ട് അവിടെ നിന്ന് സ്മോൾ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇവിടെ ഓൾറെഡി ഫെയർ വാല്യൂഷൻ ഗ്യാപ്പ് ഉണ്ട്. ഒറിജിനൽ ഒരു ഫെയർ വാല്യൂഷൻ ഗ്യാപ്പ് ഉണ്ടായപ്പോൾ അവിടെ നിന്ന് അത് ടേക്ക് ചെയ്തിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് മുകളിലോട്ടേക്ക് ഒരു പുഷ് തന്നിട്ട് ഇവിടെ മൈനർ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇത് ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ തന്നിരിക്കുകയാണ്, അതായത് ഒരു ക്ലിയർ ബുള്ളിഷ് ഇൻഡിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഈ ഒരു സോണിൽ നിന്ന്, ഇപ്പൊ നിൽക്കുന്ന സോണിൽ നിന്ന് ഏകദേശം ഈ ഒരു ഹൈ വരെയൊക്കെ നമുക്ക് ഇനി GBP JPYനെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുകളിലോട്ടേക്ക് ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു ക്ലിയർ കട്ട് വ്യൂ ആണ് കേട്ടോ. GBP JPYയിൽ ഒരു ക്ലിയർ ബുള്ളിഷ് വ്യൂ ആണുള്ളത്. അപ്പോ നമ്മൾ 3 പെയേഴ്സ് ആണ് ഇപ്പോൾ നിലവിൽ അനാലിസ് ചെയ്തത്. ഒന്ന് ഗോൾഡില് ബുള്ളിഷ് വ്യൂ ആണ്, യൂറോ USDയില് ബെയറിഷ് വ്യൂ, അതുപോലെ GBP JPYയിൽ ഒരു ബുള്ളിഷ് വ്യൂ ആണ്, ഒരു ക്ലിയർ ബുള്ളിഷ് വ്യൂ ഉണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ട്രേഡുകൾ നോക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും തന്നെ വീഡിയോസ് ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഡിസ്കോർഡും ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, അടുത്ത അനലൈസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.